നമസ്കാരം. ഭരണകൂടത്തിൻ്റെ ഭൂമിയും പൊതു ഇടങ്ങളും കയ്യേറി നിയമവിരുദ്ധമായി നിർമ്മാണങ്ങൾ നടത്തുന്ന പ്രവണത രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം വലിയ സുരക്ഷാ വികസന വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നഗരാസൂത്രണത്തെ പാടെ തകിടം മറിക്കുന്ന ഇത്തരം അനധികൃത നിർമ്മിതികൾക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ BJP ഭരണകൂടം. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി പശ്ചിമ ബംഗാളിലെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ ഹൗറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെ വൻതോതിലുള്ള കയ്യേറ്റമൊഴിപ്പിക്കൽ ദൗത്യം അധികൃതർ വിജയകരമായി പൂർത്തിയാക്കി. ശനിയാഴ്ച വൈകുന്നേരത്തോടെ ആരംഭിച്ച ഈ പ്രത്യേക ദൗത്യം സംസ്ഥാനത്തെ നിയമവിരുദ്ധമായ എല്ലാ നിർമ്മാണങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും എതിരെയുള്ള BJP സർക്കാരിൻ്റെ പ്രഖ്യാപിത യുദ്ധത്തിൻ്റെ വ്യക്തമായ സൂചനയായിട്ടാണ് രാഷ്ട്രീയ സാമൂഹിക വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ അനധികൃത കെട്ടിടങ്ങളാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്തത്. പ്രദേശത്ത് യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വൻതോതിൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ദൗത്യത്തിൻ്റെ ഭാഗമായി വിന്യസിച്ചിരുന്നത്. സിവിക് അധികൃതർ ബുൾഡോസറുകളും വലിയ യന്ത്രസാമഗ്രികളും ഉപയോഗിച്ച് അനധികൃതമായി കെട്ടിപ്പൊക്കിയ താൽക്കാലികവും സ്ഥിരവുമായ നിർമ്മിതികൾ ഓരോന്നായി പൊളിച്ചു നീക്കുമ്പോൾ കനത്ത പോലീസ് കാവൽ പ്രദേശത്ത് സുരക്ഷാ വലയം തീർത്തു. നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ ഒരിടത്തും വെച്ചു പൊറുപ്പിക്കില്ലെന്ന കർശനമായ സന്ദേശമാണ് ഈ ദൗത്യത്തിലൂടെ സർക്കാർ നൽകുന്നത്. സംസ്ഥാനത്ത് അധികാരമേറ്റ പുതിയ ഗവൺമെൻറ് ആദ്യ ദിവസം മുതൽ തന്നെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശനമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പശ്ചിമ ബംഗാൾ മന്ത്രി ദിലീപ് ഘോഷ് ഞായറാഴ്ച രാവിലെ വ്യക്തമാക്കി. ഖരഗ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ രാജ്യത്തുടനീളം ബുൾഡോസറുകൾ ഉരുളുമെന്നും എവിടെയൊക്കെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം ബുൾഡോസറുകൾ വിന്യസിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അനധികൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നും അത്തരം നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൂർണ്ണമായ സഹകരണം നൽകുമെന്നും അദ്ദേഹം അപ്പീൽ ചെയ്തു. എന്നാൽ സർക്കാർ ഭൂമി കയ്യേറുന്ന ഒരു പ്രവണതയും ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തിൽജാല പ്രദേശത്തുണ്ടായ വൻ തീപിടുത്തത്തിൽ 2 പേർ മരിക്കുകയും അനധികൃത കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ഒഴിപ്പിക്കൽ നടപടികൾക്ക് സംസ്ഥാനത്ത് വേഗത കൂടിയത്. കനത്ത നാശനഷ്ടമുണ്ടായ ആ ദുരന്തത്തിന് ശേഷമാണ് തിൽജാലയിൽ വലിയ രീതിയിലുള്ള പൊളിച്ചു നീക്കൽ നടന്നത്. അതേസമയം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുൻപ് കൃത്യമായ നിയമ നടപടികൾ പാലിക്കണമെന്ന് പശ്ചിമ ബംഗാൾ മന്ത്രി അഗ്നിമിത്ര പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കുമെന്നും കെട്ടിടവുമായി ബന്ധപ്പെട്ട നിയമപരമായ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ രേഖകൾ ഇല്ലാത്ത പക്ഷം അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല. രേഖകൾ സമർപ്പിക്കുന്നതിനായി കക്ഷികൾക്ക് കൃത്യമായ ഒരു സമയപരിധി അനുവദിക്കുമെന്നും സർക്കാർ ഒരു കാര്യത്തിലും അനാവശ്യമായ ധൃതി കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ സർക്കാരിൻ്റെ ഈ കടുത്ത ഒഴിപ്പിക്കൽ നടപടികളെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് BJP നേതാവ് രുദ്രനീൽ ഘോഷ് രംഗത്തെത്തി. മുമ്പ് അധികാരത്തിലിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയും കയ്യേറ്റങ്ങൾക്കെതിരെയും നടപടിയെടുക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണ് പലയിടത്തും വലിയ കയ്യേറ്റങ്ങൾ നടന്നത് എന്നും പുതിയ സർക്കാർ അത് തിരുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനവും നിയമപാലനവും നടത്തുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ പുനരധിവാസം കൂടി ഉറപ്പാക്കണമെന്ന വാദവും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ വരും ദിവസങ്ങളിലും ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ നൽകുന്ന സൂചന. ബംഗ്ലാദേശിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിലായി ഇന്ത്യയിലേക്ക് അനധികൃതമായി അതിർത്തി കടന്നെത്തിയ കുടിയേറ്റക്കാർ ഹൗറ ഉൾപ്പെടെയുള്ള പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം താവളമടിച്ചിട്ടുണ്ടെന്ന ആരോപണം ദീർഘകാലമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിൽ പുതിയ ബംഗാൾ സർക്കാർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ കടുത്ത ഒഴിപ്പിക്കൽ ദൗത്യം ഇത്തരം അനധികൃത കുടിയേറ്റക്കാർക്കും അവർക്ക് ഒത്താശ ചെയ്യുന്ന വിഘടനവാദ ശക്തികൾക്കും ലഭിച്ച കനത്ത തിരിച്ചടിയായിട്ടാണ് ദേശീയ സുരക്ഷാ നിരീക്ഷകരും രാഷ്ട്രീയ വൃത്തങ്ങളും വിലയിരുത്തുന്നത്. പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ ഗതാഗത ഹബ്ബായ ഹൗറ റെയിൽവേ സ്റ്റേഷൻ പരിസരം ദശാബ്ദങ്ങളായി അതിവേഗത്തിലാണ് ജനസാന്ദ്രതയേറിയ ഒന്നായി മാറിയത്. കൃത്യമായ രേഖകളോ അനുമതിയോ ഇല്ലാതെ റെയിൽവേ ഭൂമിയും പൊതു ഇടങ്ങളും കയ്യേറി ആയിരക്കണക്കിന് താൽക്കാലിക താമസ സ്ഥലങ്ങളും വിപണികളുമാണ് ഇവിടെ ഉയർന്നു വന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൊഴിൽ തേടിയെത്തിയ സാധാരണക്കാർക്കൊപ്പം അതിർത്തിയിലെ സുരക്ഷാ വീഴ്ചകൾ മുതലെടുത്ത് ഇന്ത്യയിലേക്ക് കടന്നുകൂടിയ വലിയൊരു വിഭാഗം ബംഗ്ലാദേശി പൗരന്മാരും ഇത്തരത്തിലുള്ള ചേരികളിലും അനധികൃത നിർമ്മിതികളിലും അഭയം കണ്ടെത്തിയതായിട്ടാണ് വികസനാന്വേഷണ ഏജൻസികൾ മുൻപ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ലഭിക്കുന്നതും വലിയ ജനക്കൂട്ടത്തിനിടയിൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നില്ല എന്നതുമാണ് ഹൗറ പോലുള്ള വലിയ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളെ താവളമാക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പൊളിച്ചു നീക്കൽ ഇത്തരം താവളങ്ങളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു.
ഈ ഒഴിപ്പിക്കൽ നടപടിയെ അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായൊരു നീക്കമായിട്ട് കാണുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. മുൻപ് പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന സർക്കാരുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി അതിർത്തി കടന്നെത്തുന്നവർക്ക് തദ്ദേശീയമായ തിരിച്ചറിയൽ രേഖകൾ ചമയ്ക്കുവാനും അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുവാനും നിശബ്ദമായ അനുമതി നൽകിയിരുന്നു. ഈ ആരോപണം BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി ഉയർത്തിയിരുന്ന ഒന്നായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് BJP ഭരണകൂടം അധികാരം ഏറ്റെടുത്തതോടെ ഈ നയങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുമുള്ള മന്ത്രിമാരായ ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾ ഈ സുരക്ഷാ മുൻഗണനകളെ ശരിവെക്കുന്നതാണ്. നോട്ടീസുകൾ നൽകി രേഖകൾ പരിശോധിക്കുന്ന കർശനമായ പ്രക്രിയയിലൂടെ യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ വേർതിരിച്ചറിയാനും ഈ ദൗത്യം സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയ സുരക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയ്ക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഹൗറയും കൊൽക്കത്തയും പോലുള്ള തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ജനസംഖ്യാ വ്യതിയാനങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും തീവ്രവാദ സ്വഭാവമുള്ള വിഘടനവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയിലേക്കും നയിക്കാമെന്ന ആശങ്ക സുരക്ഷാ ഏജൻസികൾക്കുണ്ട്. അതിനാൽ തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത കോളനികൾ ഇല്ലാതാക്കുന്നത് കേവലം കെട്ടിടങ്ങൾ പൊളിക്കലല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷാ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് ഇല്ലാതാക്കലാണ്. ഈ കടുത്ത നടപടി വരും ദിവസങ്ങളിൽ അതിർത്തി കടന്നുള്ള മനുഷ്യക്കടത്തിനും അനധികൃത താമസക്കാർക്ക് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുന്ന മാഫിയകൾക്കും വലിയൊരു മുന്നറിയിപ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൗറയിലെ ദൗത്യത്തിനായി ഉപയോഗിച്ചത് ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ പശ്ചിമ ബംഗാളിൽ സമ്മാനിച്ച ബുൾഡോസറുകളാണ് എന്ന തരത്തിലുള്ള രസകരവും നിഗൂഢവുമായ ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രാദേശിക രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമായി ഉയർന്നു വന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മന്ത്രി ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാജ്യം മുഴുവൻ ബുൾഡോസറുകൾ ഉരുളുമെന്നും നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ ഒരിടത്തും വെച്ച് പൊടിപ്പിക്കില്ലെന്നും പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അവർ യഥാർത്ഥത്തിൽ കടമെടുത്തത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ കടുത്ത ഭരണ നയങ്ങളെയാണ്. മുമ്പ് പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കടുത്ത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും കയ്യേറ്റങ്ങൾക്കുമെതിരെ നടപടിയെടുക്കുവാൻ തങ്ങൾ UPയിലെ ബുൾഡോസർ നീതി അതേപടി ബംഗാളിലും നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ സന്ദേശമാണ് പുതിയ ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. ഈ രാഷ്ട്രീയ ശൈലിയെ സൂചിപ്പിക്കാനാണ് അനുയായികളും പൊതുജനങ്ങളും യോഗി സർക്കാരിൻ്റെ ബുൾഡോസർ ബംഗാളിലെത്തി എന്ന രീതിയിൽ ഈ വാർത്തകളെ വ്യാഖ്യാനിക്കുന്നത്. ദേശീയ സുരക്ഷയുടെയും നഗര വികസനത്തിൻ്റെയും കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കും ഭൂമാഫിയകൾക്കുമെതിരെ ബംഗാളിൽ ആരംഭിച്ച ഈ ബുൾഡോസർ വേട്ട വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കനത്ത സുരക്ഷയിൽ ഹൗറയിലെ കയ്യേറ്റങ്ങൾ തകർത്തപ്പോൾ അത് കുറ്റവാളികൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ക്രമസമാധാനം ഉറപ്പാക്കുവാൻ ബുൾഡോസറുകൾ എങ്ങനെയാണോ ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയത്, അതേ മാതൃകയിൽ ബംഗാളിലെ നഗരങ്ങളെയും റെയിൽവേ പരിസരങ്ങളെയും ശുദ്ധീകരിക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഹൗറയിൽ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ഭൗതികമായി സമ്മാനിച്ചതാണെങ്കിലും അല്ലെങ്കിലും ആ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയും കടുത്ത ഭരണ സമീപനവും തീർച്ചയായും യോഗി സർക്കാരിൻ്റെ പ്രശസ്തമായ ബുൾഡോസർ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.